അഡ്വാൻസ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രൈമറി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മെയിനായിട്ട് സോഫ്റ്റ്വെയർ ആയിട്ടുള്ളതല്ല. നമ്മൾ ഈ സോഫ്റ്റ്വെയർ, അതായത് പ്രൈമറി പഠിക്കുന്നതിന് മുമ്പ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നും ഇത് എങ്ങനെയാണ് നമുക്കിത് ഒരു പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. അതായത് നമ്മൾ മാനുവലായിട്ട് എങ്ങനെ നമുക്കൊരു നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ സോഫ്റ്റ്വെയറിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സോഫ്റ്റ്വെയറിൻ്റെ നമ്മൾ ക്രിയേറ്റ് ഷെഡ്യൂളാണ്. നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയുള്ള ഈ കുറേ ആക്ടിവിറ്റീസ് ഉള്ള പ്രോജക്റ്റ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്യാനാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ പ്രോജക്റ്റും ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വരുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ആപ്ലിക്കേഷനും ഈ നെറ്റ്വർക്ക് ഡയഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും നമുക്ക് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് പ്രോജക്റ്റ്, ഇപ്പോൾ പ്രോജക്റ്റിനെ പറ്റി അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ്. പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു പി എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കോഴ്സുകൾ ട്രെയിൻ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് PMI. ഓക്കെ, അത് അക്കോർഡിംഗ് ടു PMI ഇറ്റ് ഈസ് എ ടെമ്പററി എൻഡവെയർ അണ്ടർടേക്കൻ ടു ക്രിയേറ്റ് യുണീക്ക് പ്രൊഡക്റ്റ്, സർവീസ് ഓർ റിസൾട്ട്. അതായത് നമുക്ക് പുതുതായിട്ട് ഇപ്പം നമ്മളൊരു ഒരു 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 എന്താ പറയുക നമ്മളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിങ് എ ഹൗസ്, അതൊരു പ്രൊജക്റ്റാണ്. ബിൽഡിങ് എ ന്യൂ മോഡൽ ഓഫ് എ വെഹിക്കിൾ, അതൊരു പ്രൊജക്റ്റ്. അപ്പോൾ പുതുതായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നോ അതാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് പോലെ തന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട്, ഓപ്പറേഷൻ. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മാരുതിയുടെ ഒരു കാറ്, ഒരു ഓൾട്ടോ എന്നുള്ള കാറ് ആദ്യം പ്രൊജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പം നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് എക്കണോമിക്കലായിട്ടൊരു കാറ് കൊണ്ടുവന്ന്, ഇതൊരു പ്രൊജക്റ്റാണ്. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ് പിന്നെ ഇതിൻ്റെ കോപ്പി ഉണ്ടാക്കണം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാറ് ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റിൽ ഇറക്കുന്നത്, അതൊരു ഓപ്പറേഷനായിട്ട് മാറും. മനസ്സിലായി? പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നതാണ് പ്രൊജക്റ്റ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് മാത്രമല്ല, ഒരു സർവീസസോ. ഇപ്പം നമുക്ക് ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ എൻവയോൺമെൻറ്റ് ഇപ്പം പൊല്യൂട്ടഡാണ്. അപ്പം നമ്മളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സർവീസ് പ്രോജക്റ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇത്ര ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് ഈ എൻവയോൺമെൻറ്റിൻ്റെ പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. ആ രീതിയിലുള്ള സർവീസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്, സർവീസ് ഓർ റിസൾട്ട്. അങ്ങനെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ പ്രോജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ്ങിലോട്ട് വരുമ്പോൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ് പ്രൊജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നതിന് വരെ അതിനെ പിന്നെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ നമ്മളതിനെ ഓരോ ചെറിയ ചെറിയ പീസസാക്കി മാറ്റുന്നുണ്ട്. അതിനാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതാണ് എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കുറച്ചുകൂടെ മാനേജബിൾ ആയിട്ടുള്ള കമ്പോണൻ്റ് ആയിട്ട് മാറ്റും. അതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നേ ഉള്ളൂ ഈ ഒരു പോയിൻ്റ്, പ്രൊജക്റ്റ് കണ്ടെയ്ൻ ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്ന്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ട് ആക്ടിവിറ്റി വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിങ്ങനെ ഫ്രണ്ടോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഈ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ. നിങ്ങളിപ്പം നെക്സ്റ്റ് ഇത് നോക്കി കഴിഞ്ഞാൽ എന്താണ് ആക്ടിവിറ്റി എന്നുള്ളതാണ്. Activity is defined as the amount of work performed that convert into appropriate output. അതായത് നമുക്കൊരു ചെറിയ അതായത് പ്രോജക്റ്റിന് നമ്മൾ വീണ്ടും ഡീകമ്പോസ് ചെയ്തിട്ട് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റുന്നതാണ് മെയിനായിട്ട് ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ആക്ടിവിറ്റി, അതായത് പ്രോജക്റ്റിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ഡീകമ്പോസ് ചെയ്യും. ഇപ്പം നമുക്കൊരു ആക്ടിവിറ്റി എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇപ്പം ആക്ടിവിറ്റിയുടെ ഇപ്പം ഇത് കാണിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഒരു കൺസ്ട്രക്റ്റിങ് ബിൽഡിംഗ് ആണെന്ന് വെച്ചോ. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് അതാണ് പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നുള്ള ഇപ്പം ഞാൻ 1 2 3 4 5 എന്നിട്ടിരിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ്
ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഫൗണ്ടേഷൻ, ബിൽഡിംഗ് വാൾ, റൂഫ് സ്ലാബ്, ഫിനിഷിംഗ് വർക്ക്, ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് പ്ലാൻ ചെയ്യാൻ, കുറച്ചുകൂടി ഈസി. അതാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മളൊരു വലിയ പ്രോജക്റ്റ് ഒറ്റയടിക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ പിന്നെ അതിനെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് എത്രത്തോളം ഡീകമ്പോസ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിപ്പോൾ മനസ്സിലായി പ്രോജക്റ്റ് എന്താണെന്നും ആക്ടിവിറ്റി എന്താണെന്നുള്ളതും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ പുതുതായിട്ട് ഇപ്പം പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റത്തില്ല ആക്ടിവിറ്റി എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാമെന്ന്. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാണ്, ഇപ്പം ഞാനൊരു വീട് പണിത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്കറിയാം ഇന്നതൊക്കെ ആയിരിക്കും ആക്ടിവിറ്റീസ് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഇന്നേ വരെ കാണാത്തൊരു മേഖലകളിലാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതിനുള്ള ഒരിതാണ് ഈ കാണുന്നത്. ആക്ടിവിറ്റി എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ, ഇപ്പോൾ നമുക്കൊരു സ്കോപ്പ് കാണാം. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമുക്ക് എന്താണോ നമുക്ക് പെർഫോം ചെയ്യേണ്ടത് അതാണ് നമ്മൾ സ്കോപ്പ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആ സ്കോപ്പ് വെച്ചിട്ട് ഈ സ്കോപ്പും നമുക്ക് ഇതിപ്പം നമ്മുടെ PMI ബുക്കിൻ്റെ ഒരു സ്നാപ്ഷോട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്കോപ്പും നമ്മുടെ ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഓർഗനൈസേഷൻ പ്രോസസ് അസറ്റ്സും ഇത്തരം ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി നമ്മുടെ ടൂൾസ് എക്സ്പെർട്ട് ജഡ്ജ്മെൻറ്റ്, ഡീകമ്പോസിഷൻ, റോളിംഗ് വേവ് പ്ലാനിങ്, മീറ്റിംഗ്. അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ് എ ഹൗസ് അല്ലെ കൺസ്ട്രക്റ്റിങ് എ ഹൗസ്. അപ്പോൾ അതാണ് നമ്മുടെ സ്കോപ്പ്. അതിൻ്റെ അകത്ത് ബാക്കി കുറച്ച് ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് ചിലപ്പം അവിടുത്തെ ജിയോളജിക്കൽ സ്ട്രക്ചറും അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഫാക്ടർ ഉണ്ട്. പിന്നെ ഓർഗനൈസേഷണൽ പ്രോസസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ കമ്പനിക്ക് ചിലപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഇങ്ങനത്തെ കൺസ്ട്രക്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ്, അതിൻ്റെ ഡീറ്റെയിൽസാണ് ഓർഗനൈസേഷണൽ പ്രോസസ് അസറ്റ് എന്ന് ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ ഇൻപുട്ട്. അതായത് നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് കൈ ഉണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണ് നമുക്കൊരു കൺസ്ട്രക്ട് ചെയ്യണം, ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ഒരു എക്സ്പേർട്ടായ ഒരാൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല, അവർക്കറിയാം എന്തൊക്കെ ആക്ടിവിറ്റി. ഇപ്പം അങ്ങനെ അറിയാൻ വേണമെങ്കിൽ നമ്മൾ ആ സ്കോപ്പിനെ പറ്റി സ്റ്റഡി ചെയ്ത ശേഷം നമ്മുടെ ഈ ബാക്കി ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്ത് എക്സ്പെർട്ട് ജഡ്ജ്മെൻറ്റ്, ഡീകമ്പോസിഷൻ, അങ്ങനെ അത് ഈ വക ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നത്, ആക്ടിവിറ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള പിക്ചർ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എക്സ്പേർട്ടാവും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്കോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അറിയാൻ മേലാത്ത ഒരു മേഖലയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കുറച്ച് കൺഫ്യൂഷനും അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ ടെക്നിക്സൊക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നത്. ഈ ആക്ടിവിറ്റിയുടെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ള ഐഡിയ തന്നേ ഉള്ളൂ എങ്ങനെയാണ് ഈ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതും എന്നുള്ള ഒരു കാര്യം. ഇപ്പം നമുക്ക് അറിയത്തില്ലായിരിക്കും, ഫോർ എക്സാമ്പിൾ ഒരു ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം അവിടെ ഇത്ര m³ കോൺക്രീറ്റ് വേണം. പക്ഷേ അപ്പം നമുക്കറിയത്തില്ല അവിടെ എത്ര വർക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ എത്ര ടൈം കൊണ്ട് തീരുമെന്ന്. അതാണ് നമ്മളിപ്പം എക്സ്പെർട്ട് ജഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരാളെ പോയി അവിടുത്തെ അതിൻ്റെ എക്സ്പെർട്ടിനോട് ആരാണോ എഞ്ചിനീയേഴ്സ് അവിടെ നിന്ന് സൂപ്പർവൈസേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഈ ആക്ടിവിറ്റീസിൻ്റെ മറ്റേ ഡീറ്റെയിൽസൊക്കെ, എത്ര ടൈം വേണം, അതൊക്കെയാണ് ആട്രിബ്യൂട്ട് എന്നൊക്കെ ഉദ്ദേശിച്ചത്. നമുക്കിപ്പം പ്ലാൻ ചെയ്യുമ്പോഴേക്കും മെയിനായിട്ട് ആക്ടിവിറ്റീസും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്. ഇത് നോക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ലൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച അതേ സ്ലൈഡ് തന്നെയാണ്. അപ്പം നമ്മളിപ്പം ഫൗണ്ടേഷൻ, ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. ഫൗണ്ടേഷൻ, ബിൽഡിംഗ് വാള്, റൂഫ് സ്ലാബ്, ഫിനിഷിംഗ് വർക്ക്, ഫർണിച്ചർ, ഇതാണ് ആക്ടിവിറ്റി എന്ന് വെച്ചു. അപ്പം അതിൻ്റെ ആട്രിബ്യൂട്ടർസ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ 15 days ആണെന്ന് ഉദ്ദേശിച്ചു. ഈ ഫൗണ്ടേഷൻ നമുക്ക് ഒരു സ്കോപ്പിൽ നിന്ന് നമ്മൾ ആദ്യം ആക്ടിവിറ്റി എടുത്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് 15 days, ഈ ഡീറ്റെയിൽസ് നമുക്കില്ലെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹെൽപ്പിംഗ് ടൂളാണ്. അതായത് നമ്മുടെ കയ്യിൽ ഈ ഡീറ്റെയിൽസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെ പ്രൊജക്റ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പം നമുക്ക് ഈ വക ഡീറ്റെയിൽസ് നമ്മൾ തന്നെ കളക്ട് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഇപ്പോൾ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് തരും. പക്ഷേ നമുക്ക് ചെയ്യേണ്ടത് എന്താണോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് ഈ ഷെഡ്യൂളിൻ്റെ അകത്തും വേണ്ടത്. നമ്മുടെ ഈ ഇൻപുട്ട് നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടത്തില്ല, നമ്മൾ തന്നെ കളക്ട് ചെയ്യേണ്ട ഇൻപുട്ടുകളാണ് ഇതൊക്കെ. അതായത് നമുക്കിപ്പോൾ ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ്, ഡ്യൂറേഷൻ,
പ്രെഡിസിസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ്റെ ഫ്രണ്ടിൽ പ്രെഡിസിസർ എന്നുള്ളത് ബ്ലാങ്ക് ആണ്. നെക്സ്റ്റ് ബിൽഡിംഗ് വാള്, പ്രെഡിസിസർ എന്നുള്ളത് ഒന്നെന്നിട്ടിരിക്കുക. അപ്പം അതായത് ആക്ടിവിറ്റിയുടെ ഐഡിയ ആണ് ഈ ഒന്നെന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മീനിങ് ബിൽഡിംഗ് വാള് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് പ്രെഡിസിസർ എന്നുള്ള 1 കംപ്ലീറ്റ് ആയി, അതായത് ഇതിന് മുമ്പേ നിൽക്കുന്ന ആക്ടിവിറ്റി അതാണ്. അപ്പോൾ അതാണ് 1 എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്താലേ ബിൽഡിംഗ് വാൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ശേഷം ഇപ്പോൾ റൂഫ് സ്ലാബ്, അത് 2 എന്നുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് റൂഫ് സ്ലാബ് കണ്ടിന്യൂ ചെയ്യാം. അതാണ് പ്രെഡിസിസർ. നമ്മളിപ്പോൾ ഈ മിനിമം ഇത്ര ഇൻഫർമേഷനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇൻഫർമേഷൻ നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യണം. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഇത്ര ഞാൻ പറഞ്ഞു തന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഈ പ്ലാനിങ്ങിൻ്റെ അകത്ത് വരുന്ന വേറെ 2 ടേംസാണ് ഈ പ്രോജക്റ്റ് അല്ലാതെ തന്നെ ഈ പ്രോഗ്രാം എന്നും പോർട്ട്ഫോളിയോ എന്നും പറഞ്ഞാൽ. എന്താണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു മൾട്ടിപ്പിൾ പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു മെയിൻ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വില്ല പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ അണ്ടറിൽ തന്നെ ABC എന്ന ടൈപ്പുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളായിരിക്കും. ABCD എന്ന് പറഞ്ഞാൽ കുറേ ബിൽഡിങ് നെയിംസ് ആയിരിക്കും. അപ്പോൾ അതാണ് പ്രോജക്റ്റ്. അപ്പോൾ ബിൽഡിംഗ് A, ബിൽഡിംഗ് B, ബിൽഡിംഗ് C അങ്ങനെയാണ് പ്രോജക്റ്റുകൾ പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ ഫുള്ളായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വില്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ തിരുവനന്തപുരം എടുക്കുന്നെങ്കിൽ തിരുവനന്തപുരം വില്ല പ്രോജക്റ്റ്. അപ്പം നമ്മൾ അങ്ങനെ അപ്പോൾ എന്താ പറയുക, ഈ ഇത്രയും പ്രോജക്റ്റിന് നമ്മളൊരു ഗ്രൂപ്പിൽ കൊണ്ടുവരുന്നതാണ് പ്രോഗ്രാം. അപ്പം വില്ല പ്രോജക്റ്റ്, തിരുവനന്തപുരം വില്ല പ്രോജക്റ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം ലെവലാണ്. അതിൻ്റെ അണ്ടറിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോജക്റ്റ്. ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ വേറെ ഒരു ഡിസ്ട്രിക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എറണാകുളത്തും ഇതുപോലെ തന്നെ വില്ല പ്രോജക്റ്റുകളാണ്. അപ്പം എറണാകുളം വില്ല പ്രോജക്റ്റ്, അതിൻ്റെ അണ്ടറിൽ ABCD എന്ന് പറഞ്ഞ വേറെ ബിൽഡിങ്, അത് ഇപ്പോൾ പ്രോഗ്രാം ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് കമ്പനി ലെവൽ. ഇപ്പം ഈ 2 വില്ലയും വേറൊരു കമ്പനി ഒരു ഓർഗനൈസേഷൻ രണ്ടിലാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ABC എന്ന് പറഞ്ഞ കമ്പനി കാണിച്ചിരിക്കുന്നത്. ABC എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ആണ്. അതിൻ്റെ അണ്ടറിൽ പെട്രോളിയം പ്രോജക്റ്റ്, ഇതൊക്കെ പ്രോഗ്രാംസാണ്. ഈ പെട്രോളിയം പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ പ്രോജക്റ്റ് 1, പ്രോജക്റ്റ് 2, പ്രോജക്റ്റ് 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ഹൈറാർക്കി സ്ട്രക്ചർ. നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവുന്നു. നമുക്ക് പ്രോജക്റ്റ് അല്ല, പ്രോഗ്രാംസും അതിൻ്റെ പോർട്ട്ഫോളിയോ, ഇങ്ങനെ 2 ടേംസും കൂടെ ഈ പ്ലാനിങ്ങിൻ്റെ അകത്തുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കൊരു ചെറിയൊരു ഈ ഇൻഫർമേഷൻ, അതായത് ഒരു പ്രോജക്റ്റിൻ്റെ അകത്തുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ഉണ്ടാക്കുന്നത്, അതിൻ്റെ അകത്ത് എന്ത് റിസൾട്ടാണ് നമുക്ക് മാനുവലായിട്ട് നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് റിസൾട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ള ഐഡിയ ആണ്. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ സോഫ്റ്റ്വെയറിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സോഫ്റ്റ്വെയർ വരുമ്പം. ഇപ്പം നമുക്ക് മാനുവലി ചെയ്യുന്നതിൻ്റെ അകത്ത് എന്ത് ഡിഫറൻസാണ് സോഫ്റ്റ്വെയർ വരുന്നതെന്നുള്ളത് ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒരു പ്രോജക്റ്റിൻ്റെ ഇത് കൊടുത്തിരിക്കുകയാണ്. പ്രോജക്റ്റ് XYZ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആക്ടിവിറ്റീസാണ് ഞാൻ ABCDEFG H എന്നുള്ള ആക്ടിവിറ്റീസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഡ്യൂറേഷൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഡ്യൂറേഷനും എൻ്റെ പ്രെഡിസിസർ, അതായത് ഇതിൻ്റെ മുമ്പേ നിൽക്കുന്ന ആക്ടിവിറ്റി ഏതാണ്. ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് വേറെ പ്രെഡിസിസർ ഇല്ല, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്നുള്ള ഒരു മീനിങ്ങിൽ. B എടുത്തു കഴിഞ്ഞാൽ A കഴിഞ്ഞിട്ടാണ് B, പ്രെഡിസിസർ A എന്ന് കിടക്കുന്നു. അപ്പം A എന്നുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയ ശേഷമാണ് B സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രെഡിസിസർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നേരത്തെ ഉള്ള സ്ലൈഡുകളിൽ നിന്ന് പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഡ്യൂറേഷൻ പ്രെഡിസിസറും വെച്ച്. ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അത് എങ്ങനെയാണ് നമ്മളിപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്കൊരു ആക്ടിവിറ്റിയെ ഡിനോട്ട് ചെയ്യുക എന്നുള്ളത്, എങ്ങനെ കാണിക്കുക എന്നുള്ളത്, നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ഇയർലി സ്റ്റാർട്ട്, ഇയർലി ഫിനിഷ്, ലേറ്റ് സ്റ്റാർട്ട്, ലേറ്റ് ഫിനിഷ്, ഫ്ലോട്ട്, ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ, ഡ്യൂറേഷൻ. ഇതൊരു ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇത് വരുമ്പോൾ മനസ്സിലാക്കണം, നെക്സ്റ്റ് വരുമ്പോഴേക്കും മനസ്സിലാകും. അതായത് നമ്മുടെ ഇതാണ് പ്രോജക്റ്റ്. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച അതേ സെയിം പ്രോജക്റ്റാണ് XYZ. അതിൻ്റെ ഫസ്റ്റ് A ആണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ അതെങ്ങനെ കാണിക്കുക എന്നുള്ളതാണ്. A എന്നുള്ള എഴുതിയിട്ടുണ്ട്. A ഒറിജിനൽ ഡ്യൂറേഷൻ 10 days ആണ്. ഇതെന്താ ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡേയിലാണ്. ഇപ്പം നമുക്ക് Aക്ക് മുമ്പ് വേറൊന്നുമില്ല. അപ്പം ഞാൻ കാണുകയാണ് ഒന്നാമത്തെ ദിവസം ഞാൻ
വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു എ എന്നുള്ള ആക്ടിവിറ്റി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേയിൽ എ സ്റ്റാർട്ട് ചെയ്താൽ 10 ദിവസം കഴിയുമ്പം എ കംപ്ലീറ്റ്. അതാണ് എയർലി സ്റ്റാർട്ട് എന്നുള്ളത് 1 എയർലി ഫിനിഷ് എന്നുള്ളത് 10 ആയി കിട്ടിയിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഒരു എക്സാമ്പിളെ പറഞ്ഞുതരാം, കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ. ഞാൻ ഒരു ചെറിയ ഇതൊരു ചെറിയ എക്സാമ്പിളായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പം നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയാം, നിങ്ങൾ ഡെയിലി കുളിക്കുന്നു. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുളിക്കുന്നു. 10 എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ആണെന്നുണ്ട്, 10 മിനിറ്റോ എന്നുള്ള രീതി കണക്കാക്കിയാൽ മതി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ കുളിക്കുന്നു 10 മിനിറ്റ്. ഇപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു 6 o'clock കുളിച്ച് കഴിഞ്ഞാൽ അതാണ് 6 o'clock എന്നുള്ളതാണ് എയർലി സ്റ്റാർട്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ കുളി കഴിയും, അതാണ് എയർലി ഫിനിഷ്. 6:10 ആകുമ്പോൾ കുളി കഴിയും. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടി. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ആക്ടിവിറ്റി നോക്കും. ഇപ്പം അടുത്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ BCD എന്നുള്ള ആക്ടിവിറ്റിയാണ്. അതും ഇതുപോലെ തന്നെ. ഇപ്പം നമ്മൾ 10 എന്നുള്ള, അതായത് 10 ദിവസം കൊണ്ടാണ് എ കംപ്ലീറ്റ് ആകുന്നതെങ്കിൽ 11ാമത്തെ ദിവസമുള്ള ബിയും സിയും ഡിയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതെന്താ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ ഒരു നിങ്ങൾ പ്രൊജക്റ്റിൻ്റെ ഇത് നോക്കിയാണെങ്കിൽ പ്രിഡിസസർ ബിയും സിയും ഡിയുടെ എ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു ആരോ മാർക്ക് വെച്ചിട്ട് കാണിച്ചിരിക്കുകയാണ്. സെയിം നമ്മളിപ്പം നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ ബിയും സിയും ഡിയും കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് എയർലി സ്റ്റാർട്ടും എയർലി ഫിനിഷ് എന്നുള്ളത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കൂടെ നമ്മൾ ഡ്രോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇയും എഫും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതെന്താണ് ഇങ്ങനെ ആരോ ഇങ്ങനെ കാണിക്കാനുള്ള കാര്യം. എഫിൻ്റെ സിയും ഇയും കഴിഞ്ഞിട്ടാണ് എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ചെറിയതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ എഫ് എന്നുള്ള ആക്ടിവിറ്റി കണ്ടല്ലോ, എഫിന് 2 പ്രെഡിസസറുണ്ട്. പ്രെഡിസസർ ഇപ്പം നമ്മുടെ ഈ മറ്റേ ടേബിൾ നോക്കി മനസ്സിലാവും നിങ്ങൾക്ക്. 2, അതായത് ഇയും സിയും ആണ് എഫിൻ്റെ പ്രെഡിസസർ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്താ പറഞ്ഞത്, ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ബിൽഡിങ് കോൺക്രീറ്റ് തന്നെ ചെയ്യണം. കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ സിമെൻറ്റും വേണം, കമ്പിയും വേണം. ഇത് രണ്ടും ഇല്ലെങ്കിലേ ഉള്ളൂ മറ്റേ കോൺക്രീറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ഇപ്പം സിമെൻറ്റ് വരുന്നു, അത് ഒരു ആക്ടിവിറ്റിയാണ്. കമ്പി ഡെലിവറി ചെയ്യുന്നു. ഇത് രണ്ട് ആക്ടിവിറ്റി വന്നാൽ മാത്രം നമുക്കിവിടെ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇത് രണ്ടും ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ആകാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പം ഇത് എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം എഫ് എന്നുള്ള ആക്ടിവിറ്റി എഴുതാൻ നമ്മൾ നോക്കണം ഇപ്പോൾ എയർലി ഫിനിഷ് എന്നുള്ളത് ഇപ്പോൾ ഏതാണ് ഏറ്റവും കൂടി നിൽക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിയുടെ എയർലി ഫിനിഷ് 25ആണ്, ഇയുടെ എയർലി ഫിനിഷ് 36ആണ്. അപ്പോൾ നമുക്കറിയാം ഈ 25ാമത്തെ ദിവസം ഇപ്പം നമുക്ക് സിമെൻറ്റ് അവിടെ എത്തി. അപ്പം നമുക്ക് ശരിക്കും കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 36ാമത്തെ ദിവസം മാത്രമേ അവിടെ കമ്പിയും കൂടെ വന്നാൽ മാത്രമേ നമുക്ക് കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിളിന് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളപ്പം 36ാമത്തെ ദിവസം മാത്രമേ എഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ബാക്കിയുള്ള ജിയും എച്ചും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ റെപ്രസെൻ്റ് ചെയ്യിക്കുകയാണ്. ഇപ്പം നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം ഇപ്പം നമ്മൾ ഫോർവേഡ് കാൽക്കുലേഷൻ കഴിഞ്ഞിരിക്കാം. ഫോർവേഡ് കാൽക്കുലേഷൻ ഇപ്പം നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായി എച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 65 ദിവസം എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രോജക്റ്റ് തീർക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ 1-ാം ദിവസം ഇത് സ്റ്റാർട്ട് ചെയ്താൽ 65-ാം ദിവസം മാത്രം എനിക്ക് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാൽക്കുലേഷൻ. ഇപ്പം നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ അന്ന് ആക്ടിവിറ്റി ഡ്യൂറേഷൻ എയർലി സ്റ്റാർട്ടാണ് 1, എയർലി ഫിനിഷ് 10. ഇപ്പം എയർലി ഫിനിഷാണ് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് ലേറ്റ് സ്റ്റാർട്ടും ലേറ്റ് ഫിനിഷും കൂടെ കണ്ടുപിടിക്കണം. അത് നമുക്ക് നമ്മുടെ ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് എനിക്ക് 65-ാം ദിവസം ഈ പ്രൊജക്റ്റ് തീർക്കണം എന്ന് പറഞ്ഞ് നമ്മൾ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ഇപ്പം നമ്മൾ എഴുതുവാണ്. ഇപ്പോൾ എച്ച് എന്നുള്ള 65-ാം ദിവസമാണ്. അപ്പം നമുക്ക് ലേറ്റ് ഫിനിഷ് മാറ്റമൊന്നുമില്ല, 65-ാം ദിവസം തന്നെ. അതിൽ നിന്ന് 20 കുറച്ചിട്ട് ഇപ്പോൾ എച്ചിൻ്റെ ഡ്യൂറേഷൻ 20 കുറച്ച് 45, അത് മാറ്റമൊന്നുമില്ല. ലേറ്റ് ഫിനിഷും ലേറ്റ് സ്റ്റാർട്ടുമാണ് 65-46 എന്നുള്ളത്.
അപ്പോൾ അതുപോലെ ഇപ്പോൾ പിന്നെ തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടതുള്ളത് നമ്മളിപ്പം ആരോടെ സ്റ്റാർട്ടിങ് പോയിന്റ് എടുക്കുമ്പോഴേക്കും നമ്മൾ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആയിരിക്കും എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഫ്രണ്ടോട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മളിപ്പം എയർലി സ്റ്റാർട്ടിന് എടുത്തെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും ഈ ലേറ്റ് ഫിനിഷിന് എടുക്കേണ്ട ലീസ്റ്റ് വാല്യൂ ആയിരിക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, ഇപ്പം ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം എഫ് എടുത്തു കഴിഞ്ഞാൽ ഇ എടുത്തു കഴിഞ്ഞാൽ എഫിനും ജിക്കും ഉണ്ട് ലിങ്ക് ഉണ്ട്. ഇയിലോട്ട് എഫിനും ഉണ്ട് ആരോ മാർക്കുണ്ട്, ജിയും ഉണ്ട്. അപ്പോൾ ഏതാണോ ലീസ്റ്റ് നമ്പർ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ലീസ്റ്റ് നമ്പർ 36ഉം 40ഉമാണ്. ഏതാണ് ലീസ്റ്റ് നമ്പർ? 36. അപ്പോൾ 36 ആയിരിക്കണം നമ്മൾ ഇവിടെ ഇയുടെ ലേറ്റ് ഫിനിഷായിട്ട് എഴുതേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഫോർവേഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഹയർ നമ്പർ ആയിരുന്നെങ്കിൽ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലീസ്റ്റ് നമ്പർ എഴുതി നമ്മൾ ഈ നെറ്റ്വർക്ക് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കിപ്പം ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് എയർലി സ്റ്റാർട്ട്, എയർലി ഫിനിഷ്, ലേറ്റ് സ്റ്റാർട്ട്, ലേറ്റ് ഫിനിഷ്. ഇപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിൻ്റെ ഫ്ലോട്ട് എന്നുള്ള കാൽക്കുലേറ്റ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഈ ചില ഇതിൻ്റെ അകത്ത് ചില വർക്ക് ഇമ്പോർട്ടൻ്റ് ആയ വർക്കുകളായിരിക്കത്തില്ല. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ബിൽഡിംഗ് തന്നെ നമുക്ക് എക്സാമ്പിൾ എടുത്താൽ ചില വർക്കുകൾ നമുക്ക് ഡിലേ ചെയ്യിക്കാൻ പറ്റും. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് ചില വർക്കുകൾ ഡിലേ ചെയ്യിക്കാൻ പറ്റത്തില്ല, ചില വർക്ക് ഡിലേ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എല്ലാ വർക്കും കൂടെ നമ്മളിങ്ങനെ ഓരോ വർക്കായിട്ട് ഇങ്ങനെ ആക്ടിവിറ്റി ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ചില വർക്കുകൾ നമുക്ക് ഡിലേ ചെയ്യും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഈ ഫ്ലോട്ട് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഫ്ലോട്ടിന് ഇക്വേഷൻ ഉണ്ട്. ഫ്ലോട്ടിനൊരു ഇക്വേഷനാണ് ലേറ്റ് സ്റ്റാർട്ട് മൈനസ് എയർലി സ്റ്റാർട്ട് ഓർ ലേറ്റ് ഫിനിഷ് മൈനസ് എയർലി ഫിനിഷ്. ഇതാണ് ഫ്ലോട്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിതിൻ്റെ അകത്ത് നിന്ന് ആക്ടിവിറ്റി ഡി എന്നുള്ള എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് ലേറ്റ് സ്റ്റാർട്ട്, എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഫ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിയുടെ ഫ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഡിയുടെ ടോട്ടൽ ഫ്ലോട്ട് എടുക്കാം. ഇപ്പം ലേറ്റ് സ്റ്റാർട്ട് അതായത് 31 മൈനസ് 11 ഓർ 45 മൈനസ് 25, അതായത് അതിൻ്റെ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ 20 എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 20 ദിവസം വരെ ഈ ഡി എന്നുള്ള വർക്ക് ഡിലേ ചെയ്താലും നമുക്ക് 65ാമത്തെ ദിവസം ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അപ്പം അത് എല്ലാ ആക്ടിവിറ്റിക്കും ഇല്ല. ആ ഫ്ലോട്ട് നമുക്ക് എല്ലാ ആക്ടിവിറ്റിക്കും എടുത്തില്ല, ചില ആക്ടിവിറ്റീസിന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിഫറൻസ്. ചിലതിന് 0 ആയിരിക്കും. ഫ്ലോട്ട് 0 ആയിരിക്കുന്ന ആക്ടിവിറ്റിയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലോട്ട് 0 ആയിരിക്കുന്ന ആക്ടിവിറ്റി എന്നുള്ള ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഇപ്പോൾ എ, ബി, ഇ, ജി ആൻഡ് എച്ച് ഇതാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ബാക്കി ഈ സി, എഫ്, ഡി ഇത് ക്രിട്ടിക്കൽ അല്ല. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് അത്ര ഫ്ലോട്ട് എത്ര ഉണ്ടോ അത്രയും ഡിലേ ചെയ്താൽ പോലും ഈ പ്രോജക്റ്റ് നമുക്ക് 65 ഡേയ്സിന് ഫിനിഷ് ചെയ്യാം. നേരെ മറിച്ച് ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ 0 എന്നുള്ള ഫ്ലോട്ട് ഉള്ളത് നമ്മൾ ഒരു ദിവസമെങ്കിലും ഡിലേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഫിനിഷ് ഡേറ്റിനെ ബാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് എന്നുള്ള എ, ബി, ഇ, ജി ആൻഡ് എച്ച് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് ഈ പ്രോജക്റ്റിൻ്റെ. അപ്പം നമുക്ക് ഇപ്പോൾ ഈ നെറ്റ്വർക്ക് ഇപ്പം നമുക്ക് ഇതുകൊണ്ട് എന്താണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആക്ടിവിറ്റി ഇപ്പോൾ ഒരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഏതൊക്കെ വർക്കാണ് വളരെ ഹൈലി നമ്മൾ ശ്രദ്ധിക്കേണ്ട വർക്ക്, ബാക്കി ചില വർക്ക് നമുക്ക് ക്രിട്ടിക്കൽ അല്ലാത്ത വർക്കും ക്രിട്ടിക്കലായ വർക്കുകളും. അപ്പോൾ ഇതാണ് നമ്മളൊരു മാനുവലായിട്ട് നമ്മളൊരു നെറ്റ്വർക്ക് ഡയഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇനി ഞാൻ ഇത് ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് നമ്മൾ സോഫ്റ്റ്വെയറിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നിലവിൽ ഇപ്പോൾ ചെറിയ ഒരു വർക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാനുവലായിട്ടൊക്കെ ചെയ്താൽ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ടൗണിൽ പോകുന്നു, അതൊരു ചെറിയ പ്രോജക്റ്റാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ബസ് പിടിക്കുന്നു, നേരെ ടൗണിൽ പോകുന്നു, അതാണ് നമ്മുടെ പ്രോജക്റ്റ്.
നേരെ മറിച്ച് നമ്മളൊരു കോംപ്ലിക്കേറ്റ് ഒരു 1 മന്തിലേക്കുള്ള നമ്മുടെ പ്ലാൻ മൊത്തം ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്റ്റേജ് വരുമ്പോഴാണ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രോജക്റ്റിൽ ചിലപ്പം 1000 ആക്ടിവിറ്റീസൊക്കെ കാണും. അങ്ങനെയൊക്കെ വരുമ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രാം ഒക്കെ ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നെറ്റ്വർക്ക് ഡയഗ്രാം വരുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിലോട്ട് ഇത് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ സോഫ്റ്റ്വെയറിൻ്റെ യൂസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നെറ്റ്വർക്ക് ഡയഗ്രാം എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ അകത്ത് എന്ത് റിസൾട്ട് കിട്ടും. ഇനി നമ്മൾ അതായത് സോഫ്റ്റ്വെയറിലോട്ട് വരുമ്പം ഇത് എത്രത്തോളം നമുക്ക് സോഫ്റ്റ്വെയർ ഈസി ആക്കി തരുന്നു എന്നുള്ളത് നമുക്ക് സോഫ്റ്റ്വെയറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും വെച്ചിട്ട് നിങ്ങൾ ബാക്കി ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോജക്റ്റ് ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കേണ്ട പ്രോജക്റ്റുകൾ ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതൊരു പ്രാക്ടീസ് ചെയ്യുക. 1-2 എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ തറവായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെ റിസൾട്ടാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇത് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് കാണുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ സോഫ്റ്റ്വെയറിലോട്ടായിരിക്കും ഡയറക്റ്റ് പോകുന്നത്. സോഫ്റ്റ്വെയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പം ഏവർക്കും നന്ദി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.